ഹലോ തേർഡ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇൻ്റർപേഴ്സണൽ മോഡൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽസ് ആണല്ലോ 2 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ ഫിനിഷായി, സൈക്കോ അനാലിറ്റിക്കൽ മോഡലും ബയോളജിക്കൽ മോഡലും. ഇന്ന് മൂന്നാമത്തേതാണ്, അത് ഇൻ്റർപേഴ്സണൽ മോഡൽ. അപ്പം ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന തിയറിസ്റ്റിൻ്റെ പേരാണ് ഹാരി സ്റ്റാക്ക് സള്ളിവൻ. അതായത് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ഹാരി സ്റ്റാക്ക് സള്ളിവൻ ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. His main belief was to maintain interpersonal relationship, and it is very much important in providing nursing care for psychiatric mental health patients. Okay, and he believed that to be a human being, to become a human being or to be a human being, one must have the capacity to maintain interpersonal relationship. അതായിരുന്നു ഹാരി സ്റ്റാക്ക് സള്ളിവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിലീഫ്. അതിൻ്റെ ബേസിസിലാണ് ഇദ്ദേഹം ഈ തിയറി ഫോം ചെയ്തത്. ഈ തിയറിക്കും പല അസംഷൻസ് ഉണ്ട്. അതായത് ഇൻ്റർപേഴ്സണൽ മോഡൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനും പല അസംഷൻസ് ഉണ്ട്. ഹലോ തേർഡ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇൻ്റർപേഴ്സണൽ മോഡൽ. അല്ലേ, കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കഴിഞ്ഞു, സൈക്കോ അനാലിറ്റിക് മോഡൽ കഴിഞ്ഞു, ബിഹേവിയറൽ മോഡലും കഴിഞ്ഞു. ഇത് മൂന്നാമത്തേതാണ് ഇൻ്റർപേഴ്സണൽ മോഡൽ. ആൻഡ് ദിസ് മോഡൽ ഈസ് ഓർഗനൈസ്ഡ് ബൈ എ തിയറിസ്റ്റ് നോൺ ആസ് ഹാരി സ്റ്റാക്ക് സള്ളിവൻ. എൻ്റെ ഹാരി സ്റ്റാക്ക് സള്ളിവൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബിലീഫിൻ്റെ പേരിലാണ് ഈ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിസ് മെയിൻ ബിലീഫ് വാസ് ടു ബി എ ഹ്യൂമൻ ബീയിങ് വൺ മസ്റ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ മനുഷ്യൻ നിലനിന്ന് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി വേണം. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് മറ്റുള്ളവരുമായിട്ട് യോജിച്ച് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയെ നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മെപ്പോലെയുള്ള മറ്റ് സഹജീവികളുമായിട്ട് പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹ ജീവിക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്നൊരു ഐഡിയ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. ആ ഒരു ബിലീഫിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഇൻ്റർപേഴ്സണൽ മോഡൽ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ തിയറി എന്നുള്ളൊരു കാര്യത്തിന് അദ്ദേഹം രൂപം കൊടുത്തത്.
മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തും അദ്ദേഹത്തിന് പല ബേസിക് അസംഷൻസും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെയും തിയറി പഠിച്ചപ്പോൾ അസംഷൻസിനെ പറ്റി പഠിച്ചല്ലോ. അതായത് അസംഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ പല പല എക്സ്പീരിയൻസിൽ കൂടെ ഒരാൾ നേടിയെടുത്ത കുറേ ചിന്തകൾക്കാണ്, ഒരു സയൻറ്റിഫിക് തോട്ടിനാണ് നമ്മളെപ്പോഴും അസംഷൻസ് പറയുന്നത്. നിങ്ങൾ റിസർച്ചൊക്കെ പഠിക്കുമ്പോഴേ അത് കൂടുതലായിട്ട് പഠിക്കും. വാട്ട് ഈസ് മീൻ ബൈ ആൻ അസംഷൻ ആൻഡ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഇന്റർപേഴ്സണൽ മോഡലിൻ്റെ പുറകിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഹാരിസ് ടെക് സള്ളിവനും കുറേ അസംഷൻസ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ്. അതായത് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ അസംഷൻ. അത് ശരിയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനുഷ്യന് മാത്രം സ്വന്തമായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അദ്ദേഹം സമൂഹത്തിൻ്റെ ഒരു ഭാഗമായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ലൈഫിന് മീനിങ് ഉള്ളൂ. അല്ലാതെ ഒറ്റ സ്വന്തമായിട്ടൊരു ജീവിയായിട്ട് ആർക്കും ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ മനുഷ്യനെ ഒരു സമൂഹ ജീവിയായിട്ട് പരിഗണിക്കാൻ പറ്റൂ. ഓക്കെ, അതാണ് പറഞ്ഞത് ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ്. പിന്നെ മറ്റൊരു അസംഷനാണ് പേഴ്സണാലിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാവാം. പല പല മെത്തേഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഹൗ വൺ പേഴ്സൺ ഈസ് ഇൻട്രാക്ടിങ് വിത്ത് അതേഴ്സ് ആൻഡ് ഫ്രം ദാറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി അസസ്ഡ്. അതായിരുന്നു സെക്കൻഡ് അസംഷൻ. വേറൊരു അസംഷനാണ് ഇഫക്റ്റീവ് ലിവിങ് ഒക്കേഴ്സ് വെൻ ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതം വളരെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ അത് ആ വ്യക്തി മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ്. മനസ്സിലായോ? അതായത് ഇഫക്റ്റീവ് ലിവിങ് ഒക്കേഴ്സ്, അതായത് ജീവിതം കുറെ കൂടെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ വെൻ ആൻ ഇൻഡിവിജ്വൽ മേക്ക് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അല്ല, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലെ ഒരു കാര്യം, നമ്മളൊരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മാത്രമല്ല വീട്ടിൽ ജീവിക്കുന്നത്. നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിലോ കോളേജിൽ പോവുകയാണെങ്കിലോ അവിടെ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുമായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ അയൽക്കാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരു വ്യക്തി ഒരു ദിവസം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രാക്ഷൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾ ഇഫക്റ്റീവ് ലിവിങ് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതാണ് പറയുന്നത് ഇഫക്റ്റീവ് ലിവിങ് ഒക്കേഴ്സ് വെൻ ആൻ ഇൻഡിവിജ്വൽ മേക്ക് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. നമ്മളൊന്നും ആരോടും ഒരു പ്രതിപ്രവർത്തനവും ഇല്ലാതെ, ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ, ആരുമായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആർക്കും ജീവിക്കാനേ പറ്റത്തില്ല, അല്ലേ? നമുക്ക് എപ്പോഴും മറ്റുള്ളവരോട് സഹകരിച്ചേ പറ്റൂ. ഫെലോ ബീയിങ്സിനോട് കൂട്ടായെന്ന് ചേർന്ന് ഇൻട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് പ്രതിപ്രവർത്തനം നടത്തണം. അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു ഹ്യൂമൻ ബീയിങ്സിന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ ഹി ഹാസ് ടു മേക്ക് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അത് വേറൊരു അസംഷനായിരുന്നു. പിന്നെ എയർലി ലൈഫ് എക്സ്പീരിയൻസ് വിത്ത് പേരൻസ്, എസ്പെഷ്യലി മദർ, ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു വ്യക്തിയുടെ ലൈഫിലെ അതായത് ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ അതിന് ചില ബേസിക് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും പഴയകാല അനുഭവങ്ങൾ, അതായത് പേരൻസുമായിട്ടുള്ള അനുഭവങ്ങൾ, എസ്പെഷ്യലി പേരൻസിൽ മദറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ദ ഇൻട്രാക്ഷൻ വിത്ത് ദ പേരൻസ് ഇൻ എയർലി ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ് എന്നാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നുണ്ട്, ലേണിംഗ് ഒക്കെ പഠിക്കുമ്പോഴൊക്കെ മദർ, ഈവൻ നമ്മുടെ ഫാമിലിയാണ് ഒരു ഇൻഫോർമൽ സ്കൂളെന്ന് പഠിക്കുന്നുണ്ട്. നമ്മൾ 1ാം ക്ലാസ്സിലും അല്ലെങ്കിൽ ആദ്യമേ തന്നെ പഠിത്തം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്കൂളെന്ന് പറയുന്ന ഒരു ഇൻഫോർമൽ സ്കൂള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പല ടീച്ചേഴ്സും ഉണ്ട്. മദർ ഇസ് ദ ഫസ്റ്റ് ടീച്ചർ ഓഫ് എ പേഴ്സൺ എന്ന് പറയാറുണ്ട്. നമുക്കറിയാമല്ലോ, വീട്ടിലാണെങ്കിൽ പോലും പല പല കാര്യങ്ങൾ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ശരി ഏതാണെന്ന് മനസ്സിലാക്കി തരുന്നതും ഒക്കെ തന്നെ പേരൻസാണ്. അപ്പം പഴയ കാലത്ത് പേരൻസിൽ കൂടുതൽ ഈ ലേണിംഗ് റോൾ വരുന്നത് മദറിനാണ്. എന്തുകൊണ്ടാണ്? കാരണം മദറാണ് കൂടുതൽ കുട്ടികളുമായിട്ട് വീട്ടിലുള്ള ആൾ. ഇപ്പോൾ ഫാദർ ഒരുപക്ഷെ ബ്രെഡ് വിന്നർ ഓഫ് ദി ഫാമിലി ആയിരിക്കും, അദ്ദേഹം വെളിയിൽ പോയി ജോലിക്ക് പോകുന്ന ആളായിരിക്കും. അങ്ങനെ വരുന്നത് ഫാദർ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറച്ച് സമയത്തേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ, കമ്പയറിങ് ടു ദ മദേഴ്സ്, അല്ലേ? അന്നൊക്കെ സ്ത്രീകൾ കൂടുതൽ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ഏണിംഗ് മെമ്പറോ ഒന്നും ആയിരുന്നില്ല. അവർ എപ്പോഴും ദേ ആർ കൺഫൈൻഡ് വിത്ത് ദെയർ ചിൽഡ്രൻ ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് ദി ചിൽഡ്രൻ, മേക്കിംഗ് ഫുഡ് ഫോർ ദം. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഏറ്റെടുത്തിരുന്ന എപ്പോഴും അമ്മമാരായിരുന്നു.
മനസ്സിലായി. അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിന് കൂടുതൽ ഇൻറ്ററാക്ഷൻ ഏർലി ലൈഫിൽ അമ്മയുമായിട്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ അമ്മയുടെ റോള് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒരാളുടെ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റിനും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതും ഈ ഹാരി സ്റ്റാക്ക് സല്ലിവൻ്റെ വേറൊരു അസംഷനായിരുന്നു. സോ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് വിത്ത് പേരൻസ് എസ്പെഷ്യലി മദർ ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അമ്മയെന്ന് പറയുന്ന ആളിന് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അയാളെ വളർത്തിയെടുക്കുന്നതിൻ്റെയും അയാളുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റിലും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്നർത്ഥം. മനസ്സിലായോ? അമ്മയ്ക്കൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് ടു പ്ലേ ഇൻ മേക്കിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെർ ചിൽഡ്രൻ. ഓക്കെ. പിന്നെ ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന വില്ലനെ നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നുണ്ട്. ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് ഈസ് ഫിയർ ഓഫ് അൺനോൺ എന്ന് സിംപ്ലി പറയാം. അപ്പോൾ ഈ ആങ്സൈറ്റി പ്രൈമറിലി മോട്ടിവേറ്റർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് പേഴ്സണാലിറ്റി. അതായത് ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന കാര്യം ഒരു എക്സ്റ്റെൻറ്റ് വരെ പോയാൽ അതൊരു തെറാപ്യൂട്ടിക് ഇഫക്റ്റേ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന് കൊടുക്കത്തുള്ളൂ. മനസ്സിലായി. ആങ്സൈറ്റി എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് നാളെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെപ്പറ്റി റിലേറ്റഡ് ചെറിയ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമ്മളെ അത് ഗൈഡ് ചെയ്യും പഠിക്കുക എന്നുള്ള കാര്യത്തിന്. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയാലോ. അപ്പോൾ ആ ഒരു മൈൽഡ് ലെവൽ ഓഫ് സ്ട്രെസ് ഓഫ് ആങ്സൈറ്റി ഈസ് റിക്വയർഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പക്ഷേ ആങ്സൈറ്റി അങ്ങ് ഒത്തിരി കൂടിപ്പോകുമ്പോൾ അത് ഒരു വ്യക്തിയെയും അയാളുമായിട്ട് ആ വ്യക്തി സഹകരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ഇൻറ്ററാക്റ്റീവ് പ്രശ്നകാരിയാകുമ്പോഴാണ് നമ്മളതിനെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അന്നേരം ട്രീറ്റ്മെൻറ്റ് വേണം. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് വരെ ആങ്സൈറ്റി നല്ലൊരു കാര്യമാണ്. അത് കൂടുതലാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ആങ്സൈറ്റി പ്രൈമറിലി ഈസ് എ പ്രൈമറി മോട്ടിവേറ്റർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി എന്ന്. അതായത് ആങ്സൈറ്റി ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഗുഡായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നയിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓർ ഇറ്റ് ഈസ് എ മോട്ടിവേറ്റർ. മനസ്സിലായോ? പിന്നെ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ടു ഓവർകം ആങ്സൈറ്റി. അതായത് എല്ലാ വ്യക്തികൾക്കും അയാളുടെ ദൈനംദിന ജീവിതത്തിൽ ആങ്സൈറ്റി ഉണ്ടാകാറുണ്ട്. മനസ്സിലായോ? പക്ഷേ ആ ആങ്സൈറ്റി നമ്മളെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് അഡ്വേഴ്സായിട്ട് ബാധിച്ച് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദൈവം തന്നെ ഒരു മെൻ്റൽ മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയും തന്നിട്ടുണ്ട്. അതായത് ഈ ആങ്സൈറ്റിയോട് കൊണ്ടുണ്ടാകുന്ന ഒത്തിരി സ്ട്രെസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മനസ്സ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ചില മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെൻ്റൽ മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ ആങ്സൈറ്റി റിലീവ് ചെയ്യാൻ വ്യക്തിക്ക് കഴിയും. അതാണ് വേറൊരു അസംഷൻ ഹാരി സ്റ്റാക്ക് സല്ലിവൻ്റെ. ഓക്കെ. പിന്നെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതായത് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അയാളുടെ പഴയ ജീവിതാനുഭവങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഏർലി ലൈഫ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ്. അതായത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് അത് 6 സ്റ്റേജിൽ കൂടെയാണ്, ലൈഫ് സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അത് നമ്മൾ പീഡിയാട്രിക്സിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ്. അത് ഏത് സ്റ്റേജസ് ഒക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇൻഫൻസി, ദെൻ നമ്പർ 2 സ്റ്റേജ് ചൈൽഡ്ഹുഡ്, നമ്പർ 3 സ്കൂൾ ഏജ്, നമ്പർ 4 പ്രീ അഡോളസൻസ് സ്റ്റേജ്, നമ്പർ 5 ഏർലി അഡോളസൻസ് ആൻഡ് നമ്പർ 6 ലേറ്റ് അഡോളസൻസ്. മനസ്സിലായി? ഈ 4 സ്റ്റേജിൽ കൂടെയാണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ 6 സ്റ്റേജിൽ കൂടെ കടന്നേ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകത്തുള്ളൂ. മനസ്സിലായോ? അത് ഈ പറയുന്ന 6 സ്റ്റേജ് 6ആണ്. ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, സ്കൂൾ ഏജ്, പ്രീ അഡോളസൻസ്, ഏർലി അഡോളസൻറ്റ് ആൻഡ് ലേറ്റ് അഡോളസൻറ്റ്. ഈ സ്റ്റേജിൽ കൂടെ കടന്നാണ്, ഈ 6 സ്റ്റേജിൽ കൂടെ കടന്നാണ് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെവലപ്മെൻറ്റൽ പീരീഡ് കടന്നു പോകുന്നത്. ഓക്കെ. പിന്നെയും പറയുന്നത് ഇറ്റ് ഇൻസിസ്റ്റ് ദാറ്റ് another basic assumption is that this insists pre-adolescence is the greatest potential period. എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഇന്റർപേഴ്സണൽ തിയറി pre-adolescent stage hold the greatest potential for correction of previous behavior and personality ഡിഫിക്കൽട്ടീസ്. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ ബിഹേവിയറിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിഫിക്കൽറ്റി ഒരു വ്യക്തിക്കുണ്ട്, അതൊക്കെ കറക്റ്റഡ് ആകണമെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇൻ ദ പ്രീ അഡോളസൻറ്റ് പീരീഡ്. അതാണ് അക്കോർഡിംഗ് ടു ഇന്റർപേഴ്സണൽ തിയറി പ്രീ അഡോളസൻറ്റ് സ്റ്റേജ് ഹോൾഡ്സ് ദ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ കറക്ഷൻ ഓഫ് പ്രീവിയസ് ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ഡിഫിക്കൽട്ടീസ്.
അതായത് ഒരു വ്യക്തിക്ക് അതുവരെയുള്ള പ്രീവിയസ് പ്രോബ്ലംസ് ഇൻ ബിഹേവിയർ അല്ലെ പേഴ്സണാലിറ്റി ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല പീരീഡാണ് പ്രീ അഡോളസൻസ് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർപേഴ്സണൽ മോഡലിലുള്ള അസംഷൻസ് ഓഫ് സള്ളിവൻ. ഓക്കെ, ഇനി നമുക്ക് തെറാപ്യൂട്ടിക് പ്രോസസ്സിലേക്ക് പോകാം. അതായത് ഇനിയും എങ്ങനെ ഈ ഇൻ്റർപേഴ്സണൽ മോഡൽ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എങ്ങനെ ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഈ തെറാപ്യൂട്ടിക് ഇംപ്ലിക്കേഷനിൽ പറയുന്നത്. ഹൗ ദിസ് തിയറി, അതായത് ഹൗ ദിസ് ഇൻ്റർപേഴ്സണൽ തിയറി ഹെൽപ്സ് ഇൻ മോഡിഫൈയിങ് ദ ബിഹേവിയർ ടു ബി എ ഗുഡ് പേഴ്സൺ. ഓക്കെ, അതിനകത്ത് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് തെറാപ്യൂട്ടിക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു തിയറിയെ പറ്റി അവയർനെസ് ഉള്ളത് നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? പിന്നെ വേറൊന്നാണ്, അതായത് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ത്രൂ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ 6 സ്റ്റേജിൽ കൂടെ അത് കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ഈ തിയറി എന്ത് ചെയ്യും? ഈ തിയറി ഫോക്കസ് ഓൺ പ്രോഗ്രസ് ത്രൂ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതായത് ഈ ഒരു 6 സ്റ്റേജിൽ കൂടെ ഒരാളുടെ ജീവിതം കടന്നു പോകുമ്പോൾ അതിനൊക്കെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെങ്ങനെയാണ് കടന്നു പോകുന്നത്, ആ പോകുന്ന സ്റ്റേജിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു തിയറി ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊന്നാണ് ഷെയർസ് ദ ഫീലിങ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻറ്റ്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ഫീലിങ്ങിനെയും അയാൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ അസസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ തിയറി ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊന്നാണ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ്. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കണ്ടുപിടിക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആകും. നമുക്കറിയാമല്ലോ, ബിഹേവിയർ പ്രോബ്ലം കാണിക്കുന്നവരാണ് സൈക്കാട്രിക് പേഷ്യൻസ് എന്നറിയാം. അപ്പോൾ അവരെ അസസ് ചെയ്യുന്നോണ്ടേ ഹൗ ഈസ് മേക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് അതൊക്കെ കണ്ടുപിടിക്കാനും അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനും ഈ തിയറി ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊന്നാണ് സൈക്കോളജിക്കൽ മദറിങ് പ്രോസസ് ബൈ ഹിൽഡിഗാർഡ് പാപ്ലോവ്. അതിനകത്ത് ഈ ഹിൽഡിഗാർഡ് പാപ്ലോവ് എന്ന് പറയുന്ന വേറെ ഒരു തിയറിസ്റ്റാണ്. പക്ഷേ അവരുടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇത് ആപ്ലിക്കേഷൻ ഓഫ് തിയറി ഇൻ നഴ്സിംഗ്. ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി, അതായത് ഹിൽഡിഗാർഡ് പാപ്ലോ എന്ന് പറയുന്ന തിയറിസ്റ്റ് ഷീ ഗേവ് ഇമ്പോർട്ടൻസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി ടു നഴ്സിംഗ്. മനസ്സിലായോ? സോ വി ക്യാൻ സേ ദ ഹിൽഡിഗാർഡ് പാപ്ലോ ഇസ് ദി പ്രൊപ്പോണൻ്റ് ഓഫ് ദിസ് തിയറി ടു നഴ്സിംഗ്. അതായത് ഇൻ്റർപേഴ്സണൽ തിയറി എങ്ങനെ നേഴ്സിങ്ങിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന് കൂടുതൽ സ്റ്റഡി നടത്തിയ ഒരു തിയറിസ്റ്റ് ആയിരുന്നു ഹിൽഡിഗാർഡ് പാപ്ലോ. മനസ്സിലായോ? അക്കോർഡിംഗ് ടു ഹെർ വ്യൂസ് ആങ്സൈറ്റി ഹാസ് എ ക്രൂഷ്യൽ ഇൻഫ്ലുവൻസ് ഇൻ ദ ഹെൽത്ത് ആൻഡ് ഇൽനെസ് സ്റ്റേജ്. അതായത് ഈ പറയുന്ന പാപ്ലോവിൻ്റെ വ്യൂ അനുസരിച്ച് ആങ്സൈറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്തിനകത്ത്? ഇൻ ദ ഹെൽത്ത് ആൻഡ് ഇൽനെസ് സ്റ്റേജ്. ഓക്കെ, ദെൻ ആങ്സൈറ്റി ഇൻ ഹെൽത്തി സ്റ്റേറ്റ് ആക്ട് ആസ് എ മെൻ്റൽ എനർജി ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സ്. അത് നേരത്തെ ഹാരിസ്റ്റെക് സള്ളിവൻ അദ്ദേഹത്തിൻ്റെ അസംഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഹിൽഡിഗാർഡും പറഞ്ഞിരുന്നു, ആങ്സൈറ്റി ഇൻ ഹെൽത്തി സ്റ്റേറ്റ് ആക്ട് ആസ് എ മെൻ്റൽ എനർജി ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സ്. പിന്നെ ഇൻ്റർപേഴ്സണൽ തിയറി ഓഫ് ഹിൽഡിഗാർഡ് പാപ്ലോ ഗിവ്സ് ഹൈലൈറ്റ്സ് ഓൺ സൈക്കോളജിക്കൽ മദറിംഗ് പ്രോസസ് വിച്ച് accept patient unconditionally as a പാർട്ടിസിപ്പൻ്റ് ഇൻ റിലേഷൻഷിപ്പ്. അതായത് ഈ ഹിൽഡിഗാർഡ് പാപ്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ തിയറിക്കകത്തൊരു സൈക്കോളജിക്കൽ മദറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കൽ മദറിംഗ് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ ആ ഒരു വ്യക്തിയായിട്ട് ഉൾക്കൊണ്ടിട്ട് ആ വ്യക്തിയെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക അൺകണ്ടീഷണലി. അതായത് എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് എങ്ങനെ ആയാൽ പോലും ആ വ്യക്തിയെ ഈ പറയുന്ന അതായത് അയാളുടെ കോൺവെർസേഷനിലോ ഇൻട്രാക്ഷനോ ഉൾപ്പെടുത്തുക, എന്നിട്ട് സൈക്കോളജിക്കൽ മദറിങ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹിൽഡിഗാർഡ് പാപ്ലോവിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്. മനസ്സിലായോ? ആൻഡ് അനദർ തിങ് ഈസ് പാപ്ലോസ് മോഡൽ റെപ്രസെൻറ്റ് എ നേഴ്സിംഗ് റെസ്പോൺസ് ടു സിറ്റുവേഷൻ വെയർ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ആക്ട് ആസ് എ വെഹിക്കിൾ ഫോർ assisting the clients towards the resolution of his dilemma.
എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്ന ഹിൽഡെഗാർഡ് പാപ്പിലോ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർപേഴ്സണൽ തിയറി ടു നേഴ്സിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാപ്പുലോസ് മോഡൽ റെപ്രസെൻറ്റ് എ നേഴ്സിംഗ് റെസ്പോൺസ് ടു സിറ്റുവേഷൻസ് വെയർ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ആക്ട്സ് ആസ് എ വെഹിക്കിൾ ഫോർ അസിസ്റ്റിംഗ് ദ ക്ലയൻറ്റ് ടുവേഴ്സ് ദ റെസൊല്യൂഷൻ ഓഫ് ഹിസ് ഡൈലമ. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ആര്? നേഴ്സും പേഷ്യൻറ്റും തമ്മിൽ. അങ്ങനെ ഒരു നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിയുമ്പം ആ പേഴ്സണെ അല്ലെങ്കിൽ ആ പേഷ്യൻ്റായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്ത് ദിസ് റിലേഷൻഷിപ്പ് ആക്ട് ആസ് എ വെഹിക്കിൾ ഫോർ അസിസ്റ്റിംഗ് ദ ക്ലയൻറ്റ് ടുവേഴ്സ് ദ റെസൊല്യൂഷൻ ഓഫ് ഹിസ് പ്രോബ്ലം ഓർ ഡൈലമ. അപ്പോൾ എന്ത് പേഷ്യൻറ്റിനും പ്രോബ്ലം ഉണ്ടായാലും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെഹിക്കിളായിട്ട് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നേഴ്സ് ആൻഡ് ദ പേഷ്യൻറ്റ് ഹെൽപ്സ്. മനസ്സിലായോ? അപ്പം നേഴ്സും പേഷ്യൻറ്റും കൊണ്ടുണ്ടാക്കുന്ന ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് പേഷ്യൻ്റെ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും സഹായിക്കും എന്നാണ് പറഞ്ഞത്. അതിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് സൈക്കോളജിക്കൽ മദറിങ് പ്രോസസ്. സൈക്കോളജിക്കൽ മദറിങ് പ്രോസസ്, the nurse is acting as a mother so that the patient can ventilate all her problem to the mother. മദറിൻ്റെ റോള് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അസംഷനകത്ത്. അതുപോലെ തന്നെ ഇവിടെയും മദർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മദറിങ് പ്രോസസ്സ് പേഷ്യൻറ്റിനെ ഒരു രോഗിയായിട്ട് തന്നെ അയാളുടെ എല്ലാ ലിമിറ്റേഷൻസും വെച്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രോബ്ലംസിനെ കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ സഹായിക്കും. അതാണ് ഇൻ്റർപേഴ്സണൽ തിയറി ഓഫ് ഹിൽഡെഗാർഡ് പപ്ലവ്. അപ്പം ഹാരിസ് ടാക്സ് സള്ളിവൻ കോമൺ ആയിട്ട് ഇൻ്റർപേഴ്സണൽ തിയറിയെ പറ്റി പറഞ്ഞു, അതെന്താണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബിലീഫ്സ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ അത് ഹെൽപ്ഫുൾ ആകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വരുമ്പോഴാണ് ഈ പറയുന്ന ഇൻ്റർപേഴ്സണൽ തിയറി ബൈ ഹിൽഡെഗാർഡ് പപ്ലവ് his theory or his model is related mainly to application of this theory to nursing. മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട്, ഹൂ ഈസ് ദ തിയറിസ്റ്റ് വിച്ച് ഗീവ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർപേഴ്സണൽ തിയറി ടു നഴ്സിംഗ്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഹിൽഡെഗാർഡ് പാപ്പിലോ എന്നേ എഴുതാവുള്ളൂ. അതേസമയം ഹൂ ഈസ് ദ പേഴ്സൺ ഹു എസ്റ്റാബ്ലിഷ്ഡ് ഇൻ്റർപേഴ്സണൽ തിയറി എന്ന് ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാരിസ് ടാക്സ് സള്ളിവനാണ്. മനസ്സിലായി? അദ്ദേഹം അതിനെപ്പറ്റി ജനറലായിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും ഇവിടെ ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻ്റർപേഴ്സണൽ തിയറിയെ പറ്റി നേഴ്സിംഗ് ആപ്ലിക്കേഷൻ പറഞ്ഞത് കൂടുതലും ഹിൽഡെഗാർഡ് പാപ്പിലോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഹൗ ഇറ്റ് ഈസ് അപ്ലൈ ടു നഴ്സിംഗ് എന്ന് നോക്കാം. അതിനകത്ത് നേഴ്സിങ്ങിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ തിയറി ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് സക്സസ്ഫുൾ ഇൻ്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മനസ്സിലായോ? ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് സക്സസ്ഫുൾ ഇൻ്റർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ചില വ്യക്തികൾക്കൊന്നും മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷനുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം സംസാരിക്കത്തില്ല, ആരുമായിട്ട് മിണ്ടത്തില്ല, ഒതുങ്ങി ഒരു കോണിലിരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്നും കൂടുതൽ സഹകരിക്കത്തില്ല, ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ അവർക്ക് സക്സസ്ഫുൾ ഇൻട്രാക്ഷന് ഇത് ഹെൽപ്പ് ചെയ്യും ഇൻ്റർപേഴ്സണൽ മോഡൽ. ഓക്കെ, പിന്നെ ഇൻ്റർപേഴ്സണൽ മോഡൽ helps the client to provide security and sense of well-being. It helps the client to acquire interpersonal security and sense of well-being. പിന്നെ another application ആണ് achievement of higher degree of independence and functioning. അതായത് സ്വന്തമായിട്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനും അവനവൻ്റെ ഫങ്ഷൻ കുറേ കൂടെ ഹൈലൈറ്റ് ആകാനും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർപേഴ്സണൽ തിയറി വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറെ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ ഈ സ്ലൈഡിൽ ഇല്ലാത്ത 1-2 കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ദിസ് തിയറി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് സൈക്കാട്രിക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് കരിക്കുല ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽസ്. അതായത് ഈ പറയുന്ന നമ്മൾ വാർഡിൽ പോകുമ്പോഴായാലും നമ്മൾ പേഷ്യനോട് സംസാരിക്കണം, അവരുടെ ഹിസ്റ്ററി എടുക്കണം, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നോക്കണം. ഇതിനെല്ലാം നമ്മൾ പേഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
അല്ലേ? പിന്നെ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു IPR ഡെവലപ്പ് ചെയ്യാതെ ഒരിക്കലും പേഷ്യൻറ്റിനോട് ഹിസ്റ്ററി നമുക്ക് പ്രോപ്പർലി കളക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യമേ തന്നെ പേഷ്യൻ്റെ പല പല ഈ രോഗത്തിന് കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ പേഷ്യനോട് നമ്മൾ ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരിക്കണം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നല്ലൊരു IPR ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പേഷ്യൻറ്റുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പേഷ്യൻ്റെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യങ്ങൾ നേഴ്സിനോട് റിവീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു നല്ല IPR ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അതിനകത്ത് പേഷ്യൻറ്റ് നമ്മളോട് വിശ്വസ്തത വേണം, അല്ലെങ്കിൽ പേഷ്യൻ്റെ രഹസ്യങ്ങളൊന്നും നമ്മൾ വേറെ ആരോടും പറയത്തില്ല എന്നൊരു കോൺഫിഡൻസ് വേണം പേഷ്യൻറ്റിന്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റെ ഹിസ്റ്ററി നല്ലപോലെ കളക്ട് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? നമ്മൾ പേഷ്യൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നത് എന്താ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അല്ല ദാറ്റ് ഇസ് ദ മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ് which we have to apply in making nursing process for the patient. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ദി പേഷ്യൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. പേഷ്യൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, അതായത് ഹെൽത്ത് ഹിസ്റ്ററി, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഡിസീസിനെ പറ്റിയുള്ള ഹിസ്റ്ററി, പ്രീവിയസ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, ഇങ്ങനെ ഒത്തിരി ഹിസ്റ്ററി പേഷ്യനെ പറ്റി കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ പേഷ്യൻ്റെ ഈ രോഗത്തിന് കാരണം എന്താണെന്നും പേഴ്സൺ എങ്ങനെയുള്ള ഒരാളാണെന്നും ഒക്കെ നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം. അപ്പോൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പം നമ്മൾ പേഷ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് വിചാരിക്കും ഇവരെന്തിനാ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കുന്നത്, ഇത് എനിക്കിതൊന്നും പറയാൻ ഇഷ്ടമില്ല, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് പേഷ്യൻ്റ് എങ്കിൽ വൈ ഷുഡ് ദ നേഴ്സ് ഹാസ് ടു നോ എവരി ഡീറ്റെയിൽസ് അബൌട്ട് മീ, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ടു ഹെർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള പേഷ്യൻറ്റിനെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ നല്ല IPRന് സാധിക്കും. മനസ്സിലായി? അപ്പോൾ അതാണ് പറയുന്നത്, IPR എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പല പല കാര്യങ്ങളും പേഷ്യന് കെയർ കൊടുക്കുന്നതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നേഴ്സിംഗ് പ്രോസസ് സ്റ്റൈലിൽ നമ്മൾ പേഷ്യനെ കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അസസ്മെൻ്റ് ആണ്. അല്ലേ? അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനുള്ള പ്രശ്നങ്ങളെ നമ്മൾ സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും മനസ്സിലാക്കുന്നതിന് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പും തെറ്റിപ്പോവും. നമ്മുടെ നേഴ്സിംഗ് ഡയഗ്നോസിസ് റോങ് ആകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ റോങ് ആകും. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ തെറ്റാകും. ഇംപ്ലിമേഷൻ റോങ് ആകുമ്പോൾ പിന്നെ ഇവാലുവേഷൻ ശരിക്കും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മേക്കിംഗ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻറ്റ്. By that we are making the patient to have a confidence in us and so that the patient will disclose everything to us. മനസ്സിലായോ? പിന്നെ IPR ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ചോദ്യങ്ങളാണ് പേഷ്യനോട് ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച് പല ഇപ്പോൾ പേഷ്യൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പേഷ്യനോട് ഒബ്സർവ് ചെയ്യണം, പേഷ്യനോട് ഇൻട്രാക്ട് ചെയ്യണം, പേഷ്യനോട് സംസാരിക്കണം, പേഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലേ? 2 2 4 2 കൂടെ കൂട്ടിയാൽ എത്ര ആണ് എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ അസസ് ചെയ്യുന്ന പേഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പേഷ്യൻറ്റ് 2 2 എത്രയാണെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റ് 4 എന്ന് പറയുന്നതിന് പകരം ഒന്നിൽ പറയും എനിക്ക് അറിയത്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ 10 എന്ന് പറയും ആൻസർ. അപ്പം നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത് പേഷ്യൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നത്? മനസ്സിലായോ? പിന്നെ നമ്മൾ മെമ്മറി നോക്കും. ഇതെല്ലാം MSc ചെയ്യുന്നതിനകത്തെ കമ്പോണൻ്റായിട്ട് വരുന്നതാണ്. അപ്പം നമ്മളുടെ ഒരു വ്യക്തിയുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അതും പ്രോപ്പർലി ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല IPR ഡെവലപ്പ് ചെയ്യണം. ആ IPR ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന ഹാരി സ്റ്റാക്സ് സള്ളിവൻ്റെ ഈ മോഡൽ, അതായത് ഇൻ്റർപേഴ്സണൽ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, അതായത് എനിക്കറിയില്ല നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ, പ്രോസസ് റെക്കോർഡിങ്. അതായത് പേഷ്യൻറ്റിൻ്റെയും ഒരു നേഴ്സും തമ്മിലുള്ള കോൺവെർസേഷനെ അവർ കോൺവെർസേഷൻ നടത്തിയിട്ട് അത് ഒരു കോൺവെർസേഷനെ ഒരു റെക്കോർഡ് ഫോമിലാക്കുന്നതിനാണ് നമ്മൾ പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് റെക്കോർഡിങ് പല കാര്യത്തിനും ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മളിപ്പോൾ സിംറ്റമറ്റോളജി ഒക്കെ പഠിച്ചപ്പം നമ്മൾ അതിനകത്ത് പേഷ്യൻറ്റിൻ്റെ സംസാരം, നമ്മളൊരു കാര്യം ചോദിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉത്തരവല്ല പേഷ്യൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും പേഷ്യൻറ്റ് ഈസ് ടോക്കിംഗ് ഇറിലെവൻ്റ്ലി, ചോദിക്കുന്നതിന് ഉത്തരവല്ല തരുന്നത്, വേറെന്തോ ആണ് പേഷ്യൻറ്റ് പറയുന്നത്. അല്ല നമ്മൾ ചോദിക്കുന്നതായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പേഷ്യൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ പറയുന്ന നമ്മൾ ചോദിക്കുന്ന ചോദ്യവും പേഷ്യൻറ്റ് പറയുന്ന ഉത്തരവും നമ്മൾ ഒരു ഫോമിലാക്കി എഴുതി കഴിയുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് എങ്ങനെയാണ് പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്ത് അതിനകത്ത് ആ സംസാരത്തിൽ കൂടെ എന്തെല്ലാം സിംറ്റമറ്റോളജി വെളിയിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ ഇൻഫറൻസിൽ എഴുതുമ്പം ദിസ് പർട്ടിക്കുലർ പേഷ്യൻറ്റ് ആസ് ഹാവിങ് തോട്ട് ഡിസോർഡർ, ഡെലൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി ഉണ്ടെന്നോ ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡ്യൂസിറ്റി ഉണ്ടെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലം ഉണ്ട്,
റിട്രോഗ്രേഡ് അമ്നീഷ്യ ഉണ്ട്, അല്ലെങ്കിൽ ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് തോട്ട് ഡിസോർഡർ ഏതെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അസസ്മെൻറ്റിൽ കൊണ്ടുപോയി ഫൈനലി എഴുതാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർമാറ്റ് വാട്ട് വി ആർ യൂസിങ് ആൻഡ് റൈറ്റിംഗ് വെൻ വി ആർ ഇൻറ്ററാക്ടിങ് വിത്ത് എ പേഷ്യൻറ്റ്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ് റെക്കോർഡ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ഈ ഹാരിസ് ടെക് സള്ളിവൻ്റെ ഇൻ്റർപേഴ്സണൽ തിയറി എന്നുള്ള തിയറി വന്നതിന് ശേഷമാണ്. അതിൻ്റെ ബേസിസിലാണ് അങ്ങനെ ഒന്നുണ്ടായത് തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്രമാത്രം ഈ തിയറി നമ്മളെ നമ്മുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും പഠിത്തം പ്രോപ്പർലി മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതാണ് പറയുന്നത് ദ യൂസ് ഓഫ് ഇൻ്റർപേഴ്സണൽ പ്രോസസ് റെക്കോർഡിംഗ് ഇൻ ക്ലിനിക്കൽ സെറ്റപ്പ് of psychiatric mental health nursing occurs. Mental health nursing course is also developed from the Harris Tack Sullivan's interpersonal theory. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത് തന്നെ നമ്മൾ പഠിച്ചത് ആദ്യമേ തന്നെ തിയറി ഈസ് എ കോർണർ സ്റ്റോൺ in the course of undergraduate level as well as the postgraduate level, plus it also help how to make a process recording with the patient. അല്ലെങ്കിൽ പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജിക്ക് ആദ്യമായി ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ഹാരിസ് ടാക് സള്ളിവൻ്റെ ഇൻ്റർപേഴ്സണൽ തിയറിയുടെ ബേസിസിലാണ്. മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ പോകുമ്പം പേഷ്യൻ്റെ അടുത്ത് പോകുമ്പം നിങ്ങൾ പ്രോസസ് റെക്കോർഡിംഗ് ചെയ്യണം, അത് ഇത്ര എണ്ണം ചെയ്യണം എന്നൊക്കെ കണക്കുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ ബുക്കിൽ അത് എൻ്റർ ചെയ്യണം, എഴുതി കാണിക്കണം, അസൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ് റെക്കോർഡിങ് ചെയ്യുന്നത് തന്നെ പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് നമ്മളത് എഴുതുന്നത്. ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോസസ് റെക്കോർഡിങ്ങിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേഴ്സും പേഷ്യൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബ്രീഫ് സമ്മറിയാണ് പ്രോസസ് റെക്കോർഡിങ്ങിൽ എഴുതുന്നത്. അതിൽ നിന്ന് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നതിനകത്ത് പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ മേക്ക് ഇറ്റ് എ കൺക്ലൂഷൻ ദാറ്റ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് അവർ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റമറ്റോളജി ഉണ്ട്, എന്തൊക്കെയാണ് പേഷ്യൻ്റെ ഡിസീസ് ആസ്പെക്റ്റ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പം പ്രോസസ് റെക്കോർഡിങ് ഒരു ദിവസം ഒന്നിലധികം ചിലപ്പോൾ എഴുതേണ്ടി വരും. കാരണം പേഷ്യൻറ്റിൻ്റെ മനസ്സെപ്പോഴും മാറി മറിയുന്ന ഒരു കാര്യമാണ് പേഷ്യൻ്റെ ചിന്തയും മെൻ്റൽ സ്റ്റേറ്റും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളല്ലായിരിക്കും പേഷ്യൻ്റ് കുറച്ച് കഴിയുമ്പം പറയുന്നത്. ഇന്ന് നമ്മൾ പ്രോസസ് റെക്കോർഡിങ് എടുത്തപ്പം പേഷ്യൻറ്റിന് ഇൻസൈറ്റ് ഇല്ലായിരിക്കും, എന്ന് രോഗിയാണെന്നുള്ള ചിന്ത പേഷ്യൻ്റ് ഇല്ലാതെ സമ്മതിക്കത്തുമില്ല. പക്ഷേ നാളെയോ 2 ദിവസം കഴിഞ്ഞോ പ്രോസസ് റെക്കോർഡിങ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പേഷ്യൻ്റെ ഡിസീസ് കുറയും, സിംറ്റമറ്റോളജി കുറയും. അപ്പോൾ പേഷ്യൻ്റ് ഒരു ഇൻസൈറ്റ് ഉള്ള വ്യക്തിയായി തീരും. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് പിന്നെ നോർമൽസിയിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോയി രോഗം കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ രോഗം ഭേദമാകുന്ന അവസ്ഥയിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ ദിവസവും പ്രോസസ് റെക്കോർഡിങ് ചെയ്യുമ്പം നമുക്ക് വ്യത്യസ്തമായ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും പേഷ്യൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രോസസ് റെക്കോർഡിങ് ഡെയിലി ഒന്നിലധികം പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പം ഡെയിലി ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോസസ് റെക്കോർഡിങ്ങും അസസ്മെൻറ്റും ഒക്കെ. മനസ്സിലായോ? അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ഹാരിസ് ടെക് സള്ളിവൻ്റെ ഇൻ്റർപേഴ്സണൽ തിയറിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ ടു നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ തിയറി ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്കൊരു തിയറിയും കൂടെ ഉള്ളൂ. ആ തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോ സോഷ്യൽ തിയറിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ യൂണിറ്റ് തീരും. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പരീക്ഷ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പഠിച്ചുകൊള്ളുക. ഇതുവരെ സോഫാർ ഫിനിഷ് ചെയ്ത എല്ലാ ടോപ്പിക്കും ചേർത്ത് ഒരു എക്സാം ഉണ്ടാവും. അത് മോസ്റ്റ് പ്രോബബ്ലി സാറ്റർഡേ പറ്റുവാണെങ്കിൽ ഞാൻ നടത്തും. അതല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേയിലോ ട്യൂസ്ഡേയിലോ വല്ലതും ആയിരിക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻ്റർപേഴ്സണൽ തിയറിയിൽ പറയുന്നത്. ഇൻ്റർപേഴ്സണൽ തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് റോളാണ് നമുക്ക് നേഴ്സിങ്ങിലുള്ളത്. നമ്മൾ പല പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നത് ഈ തിയറിയുടെ ബേസിസിലൊക്കെയാണ്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അസംഷനും കാര്യങ്ങളും തെറാപ്യൂട്ടിക് പ്രോസസ്സും ഒക്കെ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓൺ നഴ്സിംഗ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഹിൽഡിഗാർഡ് പപ്പുലിൻ്റെ റോൾ ഇൻ ദിസ് ഇൻ്റർപേഴ്സണൽ തിയറി. ഓക്കെ.